സഹോദരങ്ങളെ, ഇന്ന് വീഡിയോയിൽ വന്നത് ഒരു പ്രത്യേകതരം വൃദ്ധസദന സംസ്കാരത്തെക്കുറിച്ചിട്ട് എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വൃദ്ധസദന വൃദ്ധസദന ഓൾഡ് ഏജ് ഹോം അങ്ങനെ ഒരു കൾച്ചർ യൂറോപ്പിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ അത് വ്യാവസായിക അടിസ്ഥാനത്തിലും സേവനാടിസ്ഥാനത്തിലുമൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ള വൃദ്ധസദനങ്ങളെക്കുറിച്ചല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ പഠിക്കാൻ ഒക്കെ സൗകര്യങ്ങൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പഠിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള വിദൂര ദിക്കുകളിൽ പഠിക്കാൻ വേണ്ടി നിർബന്ധിതരായിക്കൊണ്ട് അവർ അങ്ങോട്ട് താമസമൊക്കെ മാറ്റിക്കൊണ്ട് ഹോസ്റ്റലുകളിലൊക്കെ തങ്ങുകയാണ്. അതേപോലെ മക്കളാണെന്നുണ്ടെങ്കിൽ പല വിദൂര ദിക്കുകളിൽ ജോലി ചെയ്തുകൊണ്ട് അവർ GCC കൺട്രീസിലും യൂറോപ്പിലടക്കം അവരൊക്കെ പോയിക്കൊണ്ട് അങ്ങനെ ഈ മക്കളുടെ മാതാപിതാക്കൾ വലിയ വീട്ടിൽ അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ചിലപ്പോൾ 5, 6 അല്ലെങ്കിൽ 8, 10 റൂമുകളും അതിനനുസരിച്ചുള്ള ബാത്റൂമുകളും വലിയ മുറ്റങ്ങളും എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയ വീട്ടിൽ ഈ വാപ്പയും ഉമ്മയും ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിലൊന്നും വൃദ്ധസദനങ്ങളില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ആനുപാതികമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്, ഇതുപോലുള്ള വൃദ്ധസദനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ ഈ മലബാർ മേഖലയാണ് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും, കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വൃദ്ധസദനങ്ങളിൽ അല്ലെന്ന് വെച്ചാൽ ഈ പ്രത്യേകതരം വൃദ്ധസദനങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഈ വാപ്പയും ഉമ്മയും അവർ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സേവന സന്നദ്ധതയുള്ള സംഘടനകൾ, അതേപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ അവരൊക്കെ ഒന്ന് മുൻകൈ എടുത്തുകൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ ഇതിന് അതായത് ഒറ്റപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ പല നിലക്കും പ്രയാസപ്പെടാൻ പോകുന്ന ഈ പ്രത്യേകതരം വൃദ്ധസദനത്തിൻ്റെ അന്തേവാസികളെ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും എന്ന്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്, സമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് നമ്മളെ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, ആ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സഹകരിക്കുക. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.